ഇന്ത്യ മുന്നണിയുടെ ഐക്യം തകർക്കാൻ എന്തായാലും ബി.ജെ.പിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു അങ്കലാപ്പാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കും, ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ആരെല്ലാം പിന്തുണയ്ക്കും, പ്രത്യേകിച്ച് DMKയുടെ കാര്യത്തിലാണ് ഈ സംശയം തുടരുന്നത്. തീർച്ചയായിട്ടും ഈ ബി.ജെ.പി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചതിലൂടെ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പകുതി വിജയം സ്വന്തമാക്കിയ ഒരു എന്താ പറയുക, അങ്ങനൊരു അവസ്ഥയിലാണ് BJP അല്ലെങ്കിൽ NDA സഖ്യം. നമുക്കറിയാം, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരാളെ നിർത്തിയാൽ ജയിപ്പിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഇന്ന് BJPക്കുണ്ട്. കംഫർട്ടബിളായിട്ട് അവർക്ക് വലിയ എന്താ പറയുക, പ്രയാസം കൂടാതെ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതിയാക്കി നിർത്തി ജയിപ്പിച്ചു കൊണ്ടുവരാൻ BJPക്ക് കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, കണക്കുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിലുപരി BJP മറ്റൊരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നിലധികം ലക്ഷ്യങ്ങളുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശ്രീജിത്ത് പറഞ്ഞതുപോലെ തമിഴക രാഷ്ട്രീയം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തമിഴക രാഷ്ട്രീയം പിടിച്ചെടുക്കണമെങ്കിൽ, തമിഴകത്ത് കാലൂന്നി അവിടെ വേര് പിടിക്കണമെങ്കിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ പിളർത്തണം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്, ജാതി രാഷ്ട്രീയത്തിന് വലിയ ഒരു അടി കൊടുത്താൽ മാത്രമേ ആ സ്പേസിലേക്ക്, ആ ഇടത്തേക്ക് BJPക്ക് കടന്നു കയറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മോദി, അമിത്ഷാ കൂട്ടുകെട്ട് അല്ലെങ്കിൽ BJP അക്ഷരാർത്ഥത്തിൽ അങ്ങനൊരു കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു OBC-കാരനായ ഒരാളെ, അദ്ദേഹം നേരത്തെ കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ചയാളാണ്, 98-ലും 99-ലും ജയിച്ചയാളാണ്. അങ്ങനെയുള്ള ഒരാളെ കൃത്യമായിട്ടും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിലൂടെ തമിഴക രാഷ്ട്രീയത്തിനെ ഒരു വലിയ പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് BJP. ഇവിടെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് DMKയുടെ മുഖ്യമന്ത്രി കൂടിയായ MK സ്റ്റാലിൻ. അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി കൂടിയാണ് DMK. രാഹുലിൻ്റെ വളരെ അടുത്ത ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൽപ്പെട്ട ആളും കൂടിയാണ് സ്റ്റാലിൻ. അങ്ങനെയുള്ള സ്റ്റാലിൻ ഈ CP രാധാകൃഷ്ണനെ എതിർത്ത് രംഗത്ത് വന്നാൽ അത് തമിഴ് വികാരം മാനിക്കാതെയുള്ള, തമിഴ് വികാരത്തിനെതിരെയുള്ള സ്റ്റാലിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് BJP അതിനെ വ്യാഖ്യാനിക്കും. അത് തമിഴ്നാട് മുഴുവനും അത് BJP വമ്പിച്ച പ്രചാരണം അഴിച്ചുവിടും. ഇന്നത്തെ നിലയ്ക്ക് അണ്ണാമലയെ പോലൊരു സൂപ്പർ സ്റ്റാർ നേതാവ്, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് നേതാവ്, ഒരു ക്രൗഡ് പുള്ളറായ, ജനങ്ങളെ വളരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് BJPക്ക് അവിടെ ഉണ്ട്. അണ്ണാമല ഈ വിഷയം കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കും, ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്നുള്ളത് സ്റ്റാലിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, അവിടെ സ്റ്റാലിന് മറ്റൊരു വെല്ലുവിളിയുടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അത് വിജയ് ആണ്. ഈ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ട് നടൻ വിജയ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിജയും ഇതൊരു അവസരമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഈ ഒരു തമിഴ് സ്വത്വത്തെ, തമിഴ് വികാരത്തെ ഇളക്കിവിടാൻ ഈ സംഭവത്തെ ഉപയോഗിക്കും എന്ന് സ്റ്റാലിൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളെ, ഒരു ശാസ്ത്രജ്ഞനൊക്കെ ആയ ഒരാളെ മുന്നോട്ട് വെക്കുകയാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. പക്ഷെ അത് ഇന്ത്യ മുന്നണിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം ശരത് പവാർ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് തമിഴ്നാട് മാത്രമായി ചുരുങ്ങുകയാണ്, സ്റ്റാലിന് അനുകൂലമായി ചുരുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇന്ത്യ മുന്നണിക്കും അത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ശരത് പവാറിനെയും മമതാ ബാനർജിയെയും അഖിലേഷ് യാദവിനെയും ഒക്കെ വിശ്വാസത്തിലെടുക്കണം. അവരുടെ തന്നെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിലെ ഒമർ അബ്ദുള്ളയുടെ അഭിപ്രായം കേൾക്കണം. ഇങ്ങനെ സത്യത്തിൽ അതൊരു വലിയ എന്താ പറയുക, ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സ്റ്റാലിന്റെ വാക്ക് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റാലിന്റെ നിലനിൽപ്പാണ് ഇത് മറ്റൊരു പ്രശ്നം. ഇതിനെതിരെ നിന്നില്ലെങ്കിൽ, അതായത് ഇന്ത്യ മുന്നണിയുടെ തീരുമാനത്തിന് എതിരായി നിന്നില്ലെങ്കിൽ, തമിഴ്നാട്ടിലെ ഒരു വ്യക്തിയെ നിർത്തിയില്ലെങ്കിൽ അത് സ്റ്റാലിന് ദോഷം ചെയ്യും. ഇവിടെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാലിൻ പറയുന്നത് പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഈ ബാക്കിയുള്ള സഖ്യകക്ഷികൾ മുഴുവനും പിണങ്ങും, അവരുടെ അഭിപ്രായത്തിന് വിലയില്ല എന്ന് വരും. അപ്പോൾ അത് സത്യത്തിൽ
ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ത്യ മുന്നണിയും രാഹുലും. അതവിടെ നിൽക്കട്ടെ. ഈ മറ്റൊരു പ്രധാന വിഷയം, ഈ പറഞ്ഞതുപോലെ ഇതിന് പുറത്ത് ഈ രണ്ട് മുന്നണികളിലും പെടാത്ത ചില കക്ഷികളുണ്ട്. ഉദാഹരണത്തിന് YSR കോൺഗ്രസ്, ബിജു ജനതാദൾ, ഇങ്ങനെ ചില കക്ഷികളുണ്ട്. ഇവർ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലില്ല. ഇവർ അതായത് നമ്മുടെ ഈ YSR കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. എന്താ അവർ പറയുന്നത്? ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നു, ഞങ്ങളതിനെ അനുകൂലിക്കുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അവിടെയും അത് കോൺഗ്രസ്സിന് വലിയ വെല്ലുവിളിയാണ്. കാരണം കർണാടകയിൽ അത് പ്രശ്നമാവും. കർണാടകയിലെ കോൺഗ്രസ് എന്ത് മറുപടി പറയും? ഇതാ ഒരു ദക്ഷിണേന്ത്യക്കാരൻ്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പറഞ്ഞിട്ട് അത് കർണാടകയിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ലല്ലോ എന്നൊരു പ്രചാരണം അവിടെയും BJP അഴിച്ചുവിടും. അതും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് വെല്ലുവിളിയാണ്, പ്രത്യേകിച്ചും കർണാടകയിൽ വെല്ലുവിളിയാണ്. തെലങ്കാനയിൽ അത് വെല്ലുവിളിയാണ്. കാരണം തെലങ്കാനയും ദക്ഷിണേന്ത്യയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വരുന്നതിനെ എതിർക്കുന്നു എന്ന പ്രചാരണം BJPക്ക് നടത്താൻ അവസരം കൊടുക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇത് മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഇവിടെ ആടി നിൽക്കുന്ന ചില കക്ഷികളുണ്ട് ഇന്ത്യ മുന്നണിയിൽ. ഉദാഹരണത്തിന് നമ്മുടെ നാഷണൽ കോൺഫറൻസിലെ ഒമർ അബ്ദുള്ള ഇപ്പം മോദിയുമായും അമിത്ഷായുമായും നല്ല അടുപ്പത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇതിപ്പോൾ ഇതിന് വിപ്പൊന്നും ആവശ്യമില്ല. ഇത് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് അങ്ങനൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേർന്ന് CP രാധാകൃഷ്ണന് പിന്തുണ കൊടുത്താലോ? ഇന്നത്തെ നിലയ്ക്ക് മോദിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ അമിത്ഷായുടെ അഭ്യർത്ഥന ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അതെ നേരിട്ട് വിളിക്കുകയാണ്. സമവായം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന് ഇവർ വഴിപ്പെട്ടാലോ അത് ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ്. രാജ്നാഥ് സിംഗ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാലിനുമായിട്ട് ചർച്ച നടത്തി. കാരണം സ്റ്റാലിനുമായിട്ട് അടുപ്പമുള്ള ഒരു നേതാവാണ് CP രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ വ്യക്തിപരമായ പിന്തുണ ഈ വിഷയത്തിൽ CP രാധാകൃഷ്ണന് ലഭിക്കും എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ടാണ് വളരെ മുതിർന്ന നേതാവായ രാജ്നാഥ് സിംഗിനെ കൊണ്ട് തന്നെ സ്റ്റാലിനുമായിട്ട് സംസാരിപ്പിച്ചത്. സത്യത്തിൽ സ്റ്റാലിൻ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കണോ, CP രാധാകൃഷ്ണൻ വോട്ട് ചെയ്യണോ എന്ന ഒരു അനിശ്ചിതത്വത്തിലാണ്. ആ അനിശ്ചിതത്വം ഉടനെ എങ്ങും മാറാൻ പോകുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഏറ്റവും അവസാനം ഈ തുഷാർ ഗാന്ധിയുടെ പേര് ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് ശരത് പവാറാണ് തുഷാർ ഗാന്ധിയുടെ പേര്. പക്ഷെ ആ ഒരു തുഷാർ ഗാന്ധി വന്നാൽ ആ സ്റ്റാലിന് തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും തുഷാർ ഗാന്ധിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ പോരാട്ടത്തിനൊന്നും അവിടെ സ്കോപ്പില്ല. എങ്കിലും സ്റ്റാലിൻ അത് തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്. BSPയുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. BSPയും ഇന്നത്തെ നിലയ്ക്ക് BJPയെ പിന്തുണച്ച് YSRനെയും ബിജു ജനതാദളിനെയും ഒക്കെ പോലെ BJPയെ പിന്തുണച്ച് രംഗത്ത് വരാനാണ് സാധ്യത. പിന്നെ ഇപ്പോൾ ഷിബു സോറനെ പോലെയുള്ളവർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പോലെയുള്ളവരുടെ നിലപാട്, ഹേമന്ത് സോറനെ പോലെയുള്ളവരുടെ നിലപാട് അതും വളരെ നിർണായകമാണ്. അവർ ഇന്ത്യ മുന്നണിയിലുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയുടെ എല്ലാ കാര്യങ്ങളെയും പരിപൂർണമായി പിന്തുണച്ച് മുന്നോട്ട് പോകുന്നവരല്ല. കോൺഗ്രസുമായിട്ട് അവർ ഒത്തുചേർന്ന് അവിടെ മത്സരിക്കുന്നു എന്നുള്ളത്. എല്ലാ കാലത്തും ഒന്നിച്ചു പോയ ഒരാളായിരുന്നു DMK. ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ DMK ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. DMKക്ക് കോൺഗ്രസിനെ പിണക്കാനും വയ്യ, CPRനെ പിന്തുണയ്ക്കാതിരിക്കാനും കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയം ഈ നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മുന്നണിയിലെ സമവാക്യങ്ങൾ ഒരു പക്ഷേ തിരുത്തി കുറിക്കാൻ കാരണമായേക്കും. അതിനുള്ള ഒരു തുടക്കം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കും എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. അത് അത്ര ചെറിയ കാര്യമല്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാണ്ട് ഒരാഴ്ചയാണ് ഇനി ഉള്ളത്, ആ ദിവസങ്ങൾക്കുള്ളിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ കലങ്ങി മറിയും, ആർക്കൊക്കെ പിന്തുണ കൊടുക്കും എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും.